ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അൽമാട്ടിയിലെ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ്. കസാഖിസ്ഥാനിലെ തന്നെ വൺ ഓഫ് ദി ടോപ്പസ്റ്റ് കോളേജ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കോളേജാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അൽമാട്ടിയിലാണ് ഈ കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അൽമാട്ടി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളാണ് വരുന്നത്. ഒരെണ്ണം വരുന്നതാണെങ്കിൽ അൽഫറാബി, ദെൻ കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കസാഖ് റഷ്യൻ യൂണിവേഴ്സിറ്റി. ഈ 3 മെഡിക്കൽ യൂണിവേഴ്സിറ്റികളുമാണ് നമുക്ക് കസാഖിസ്ഥാനിൽ അൽമാട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ. ഇപ്പോൾ ഫീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അൽമാട്ടിയിൽ വച്ചിട്ടുള്ള കോളേജുകളിൽ ഫീസ് കുറച്ചധികം കൂടുതലായിട്ടുള്ള ഫീസ് വരുന്നത് നമുക്ക് കസാഖ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. അറൗണ്ട് ഒരു $5,600 ആണ് പെർ ഇയർ ട്യൂഷൻ ഫീസ് വരുന്നത്. നമുക്കൊരു ടോട്ടൽ ബഡ്ജറ്റ് വരുമ്പോൾ ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ, ഫുഡ് എല്ലാം ചേർത്തിട്ട് 40 മുതൽ 45 ലക്ഷം രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ അക്കാഡമിക് ബ്ലോക്ക് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫൈനൽ ഇയേഴ്സിൻ്റെ വരെ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു ബ്ലോക്കാണിത്. നമുക്ക് നിയറസ്റ്റ് ആയിട്ട് തന്നെ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളുടെ പ്രാക്ടിക്കൽസ് കാര്യങ്ങളും ക്ലാസ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയാണ് വരുന്നത്. വേറെ കുട്ടികൾക്ക് അധികം ചിലവെടുത്തിട്ട് പുറത്ത് പോയി വരേണ്ട ആവശ്യമില്ല. എല്ലാം നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ് ഹോസ്പിറ്റലും കോളേജും വരുന്നത്. ദെൻ ഹോസ്റ്റൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഹോസ്റ്റൽ അവൈലബിൾ ആണ്, ഇന്ത്യൻ മെസ്സ് അവൈലബിൾ ആണ്. ദെൻ ഇവിടെ നിന്നൊരു 10 മിനിറ്റ് ട്രാവൽ മാത്രമാണ് ഹോസ്റ്റലിന് വരുന്നത്. ഇനി നമുക്ക് ഇപ്പോഴത്തെ NMCയുടെ റൂൾസ് പ്രകാരം എല്ലാ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന കൺട്രിയാണ്. കസാഖിസ്ഥാനെ സംബന്ധിച്ച് 6 വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ലൈസൻസിങ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ വന്ന് FMG അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ലൈസൻസിങ് കിട്ടുന്നതായിരിക്കും. നമുക്ക് അവിടെ നാട്ടിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ പാരൻസിൻ്റെ ഒരു ടെൻഷനായിരിക്കും, ഞങ്ങളുടെ വിടുന്ന കുട്ടികൾ ഭയങ്കര സേഫ് ആയിരിക്കും, സേഫസ്റ്റ് കൺട്രി ആണോ, എങ്ങനെയായിരിക്കും ഇവിടെ എന്നൊക്കെയുള്ള ടെൻഷൻസ് നോർമലി പാരൻസിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഉണ്ടാവും. വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഒരു തരത്തിലുള്ള ക്രൈംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഭയങ്കര പീസ്ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസ് തന്നെയാണ്. പിന്നെ കൺട്രി ബേസ് നോക്കിയാലും നല്ലൊരു കൺട്രി തന്നെയാണ്. കുട്ടികൾക്ക് വളരെയധികം ഈസി ആയിട്ട് വന്നിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൺട്രിയും തന്നെയാണ്. പിന്നെ ട്രാവലിംഗ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ അൽമാട്ടി, ഇങ്ങനെയാണ് ട്രാവലിംഗ് ഓപ്ഷൻസ് വരുന്നത്. ഡൽഹിയിൽ നിന്ന് നിയറസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരു 3-3.5 മണിക്കൂർ ട്രാവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അൽമാട്ടിയിൽ എത്താനായിട്ട് സാധിക്കും. എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ½ ആൻ അവർ ട്രാവൽ മാത്രമാണ് ഈ ഒരു കോളേജിന് വരുന്നത്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഇവിടെ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന് അറിയേണ്ട സ്റ്റുഡൻസിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യേണ്ടതാണ്.